പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യമുതൽ എന്നേക്കും തന്നെ ആമേൻ. വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എല്ലാവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നത് 24 ജാനുവരി 2026 ശനിയാഴ്ച. ഈ മാസത്തെ 24-ാമത്തെ ദിവസം, ഈ വർഷത്തെയും 24-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: സാക്ഷ്യം എപ്പോഴും സത്യമാകണമെങ്കിൽ നാം ദൈവവിചാരം ഉള്ളവർ ആയിരിക്കണം. ആരാണവർ? സാക്ഷ്യം എപ്പോഴും സത്യമാകണമെങ്കിൽ നാം ദൈവവിചാരം ഉള്ളവർ ആയിരിക്കണം. ആരാണ് അവർ? അതിനുവേണ്ടി നേടിയിരിക്കുന്ന വാക്യം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 28-ാം അധ്യായം 15-ാം വാക്യം. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. സത്യമാവേണ്ടതാണ് ഓരോ സാക്ഷ്യവും. എന്നാൽ പല സാക്ഷ്യങ്ങളിലും അസത്യം കലരുന്നുണ്ട്, പ്രത്യേകിച്ച് വർത്തമാനകാലങ്ങളിൽ. മാറ്റിപ്പറയുന്ന സാക്ഷ്യങ്ങൾ കൊണ്ടും മറച്ചുവെക്കുന്ന സാക്ഷ്യങ്ങൾ കൊണ്ടും വർത്തമാന കാലം വല്ലാതെ കലുഷിതമായിട്ടുണ്ട്. സമീപകാലത്ത് ചില പ്രമാദമായ കേസുകൾ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നു. കൂർമാറലുകൾ, സാക്ഷികളുടെ മൊഴിമാറ്റലുകൾ. സത്യത്തിൽ വലിയ ദുരിതങ്ങളാണ് ഇത്തരത്തിലുള്ള സാക്ഷ്യമാറ്റങ്ങൾ. സാക്ഷ്യം മാറുമ്പോൾ സത്യം മറയ്ക്കപ്പെടുന്നു, നിരപരാധി ക്രൂശിക്കപ്പെടുന്നു, കുറ്റവാളി കുറ്റമുക്തനാകപ്പെടുന്നു. അനേകം സാധ്യതകളിലേക്കാണ് ഓരോ സാക്ഷ്യമാറ്റങ്ങളും വാതിൽ തുറന്നു കൊടുക്കുന്നത് എന്ന് അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരാൾ എന്തിനാണ് സാക്ഷ്യം മാറ്റി പറയുന്നത്? അല്ലെങ്കിൽ ഒരാൾ എന്തുകൊണ്ടാണ് അസത്യത്തിന് കൂട്ടിച്ചേരുന്നത്? പല പല കാരണങ്ങൾ അക്കാര്യത്തിൽ ന്യായീകരണമായി കടന്നു വന്നേക്കാം. ആരെയോ ഭയപ്പെടുന്നത് കൊണ്ടോ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നത് കൊണ്ടോ ഓരോരുത്തരും സാക്ഷ്യം മാറ്റി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാക്ഷി മാറലുകൾ ക്രിസ്തുവിന്റെ കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നതായി വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായി മാറിയ പട്ടാളക്കാർ തന്നെയാണ് അതിന് ഉദാഹരണം. ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന്റെ സാക്ഷികളായി അവർ സത്യം പ്രഘോഷിക്കേണ്ടവരായിരുന്നിട്ടും കപട സാക്ഷികളായി മാറുന്നു. എന്തൊരു വൈരുദ്ധ്യം! വിപരീതമായ ചില സാക്ഷ്യങ്ങൾ നൽകാൻ പട്ടാളക്കാരെ പ്രേരിപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചുള്ള വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുന്ന നിഗമനങ്ങൾ ഇപ്രകാരമാണ്: ധനമോഹം കൊണ്ട് അവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അവർ പണം വാങ്ങിയ ആണ് സാക്ഷ്യം മറച്ചു വെച്ചതെന്നാണ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 28-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്. ധനമോഹം നമ്മെ പലതരം തെറ്റുകളിലേക്ക് നയിക്കാറുണ്ട്. അതിലൊന്നാണ് കള്ളസാക്ഷ്യം. ന്യായമായതും അർഹപ്പെട്ടതും അവകാശമാക്കുന്നതല്ല, അന്യായമായ ഒരു കാര്യത്തിന് പേരിൽ അർഹമായത് സ്വന്തമാക്കുകയും കൈവശപ്പെടുത്തുകയും ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ധനമോഹമാണ് നാം ഇവിടെ കാണുന്നത്. അത് സകല തിന്മയ്ക്കും കാരണമാകുന്നുണ്ട്. ഉദ്ധാനം നേരിട്ട് കണ്ടിട്ടും അത് തുടർന്ന് പറയുവാൻ കഴിയാതെ അവർ എതിർ സാക്ഷ്യത്തോട് കൂട്ടിച്ചേർന്നു. കപടതയുടെ വക്താക്കളായ അവർ മാറുകയാണ് ചെയ്യുന്നത്. ഇല്ലാത്തത് ഉണ്ടെന്നും ഉള്ളത് ഇല്ല എന്നും പറയാൻ ഇക്കൂട്ടർക്ക് മടി ഏതുമില്ല എന്ന് നമുക്ക് അനുഭവത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. ധനമോഹത്തിന് പുറമെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഭീതിയും അവരെ കള്ളസാക്ഷ്യം പറയുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. സത്യം പറയുമ്പോൾ തങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാമെന്ന് അവർ ഭയപ്പെട്ടു. ജോലി നഷ്ടം അതിൽ പ്രധാനപ്പെട്ടതാണ്. അതിന് പുറമെ അധികാരികളുടെ ശത്രുതയ്ക്ക് പാത്രമായി തങ്ങൾ ചിലപ്പോൾ തടവറയിൽ അകപ്പെട്ടേക്കാമെന്നും അവർ ഭയപ്പെടുന്നു. മറ്റൊരു സാധ്യത അവരിലെ ഭീരുത്വമാണ്. ഭീരുക്കൾ ഒരിക്കലും സത്യം പറയുകയില്ല. അസത്യമാണ് അവരുടെ നാവിൽ തുമ്പിലെ മൊഴികൾ. സത്യം തുറന്നു പറയാൻ പലരും ഭയപ്പെടുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അത് കൂടുതലാണ് താനും. അസാമാന്യമായ ധാർമ്മികതയും മൂല്യബോധവുമാണ് ഒരാളെ സത്യം പറയുവാനും സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാനും അവനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ സത്യം മാത്രം പറയുവാനായിട്ട് മുമ്പോട്ട് വരുന്നവർ ദൈവവൈതലായിരിക്കും. അവർ ദൈവവിശ്വാസമുള്ളവരായിരിക്കും. അവരെയാണ് നാം തിരിച്ചറിയേണ്ടത്. എന്നാൽ അസത്യത്തിന് വേണ്ടിയിട്ട് കൂടി നിൽക്കുന്നവരെ ദൈവം അപ്പോൾ ശിക്ഷിച്ചില്ലെങ്കിലും പിന്നീട് ശിക്ഷിക്കുമെന്നതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. സത്യം പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? സത്യത്തിന്
വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാൻ എനിക്ക് ധൈര്യമുണ്ടോ? സത്യത്തിനു വേണ്ടി സാക്ഷ്യമാകുമ്പോൾ ജീവിതത്തിൽ പല നഷ്ടങ്ങളും സംഭവിച്ചേക്കാം. അസത്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പല നേട്ടങ്ങളും തേടി വരികയും ചെയ്തേക്കാം. ഒരു നാണയത്തിന്റെ ഇരുപുറം എന്നതുപോലെയുള്ള സാധ്യതകളാണ് ഇവ. സത്യമാവട്ടെ സാക്ഷ്യങ്ങൾ, ജീവിതമാകട്ടെ സാക്ഷ്യപത്രം. ജീവിത സാക്ഷ്യമാണ് ഏറ്റവും വലിയ സത്യം. നഷ്ടപ്പെടാനുള്ള ഭൗതിക നേട്ടങ്ങളെക്കാൾ നേടിയെടുക്കാനുള്ള സ്വർഗീയ നേട്ടങ്ങളെ കുറിച്ചാവട്ടെ നമ്മുടെ ചിന്തകൾ. മനസ്സിന്റെ വിശുദ്ധിയാണ് ഒരാളെ സത്യത്തിന് സാക്ഷ്യമാക്കാനും സാക്ഷി സത്യമേ പറയൂ എന്നുള്ളതിനെ പ്രേരിപ്പിക്കുന്നതിനും. മനസ്സിന്റെ നൈർമല്യം നഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാവില്ല. ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ നാം സാക്ഷ്യത്തിന് വരുമ്പോൾ അത് സത്യമേ ആകാവൂ എന്ന് ഉള്ള ഒരു ഉറച്ച ചിന്ത നമ്മിലുണ്ടെങ്കിൽ അത് ലോകത്തിന് മുഴുവൻ ക്രിസ്തു ദർശനം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധ്യമുള്ള ഒരു കാരണമായി തീരും. അത് എന്നോ അല്ല എന്നോ ഉള്ള മറുപടിക്ക് അപ്പുറം ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ക്രിസ്തുവിൻ്റെ താക്കീത് പോലും. സാക്ഷി മൊഴികൾ തലകീഴായി മറിയുന്നതും ഇവിടെയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആദ്യം മുതലുള്ളതും കേട്ടതും സ്വന്തം കണ്ണ് കണ്ടതും നോക്കിയതും തൊട്ടടുത്തതുമായ ജീവിതവചനം ലോകത്തെ അറിയിക്കണം. എന്നാൽ നാം എന്താണ് ചെയ്യുന്നത്? ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ചില താൽക്കാലിക സാധ്യതയ്ക്ക് വേണ്ടി നാം കള്ളം പറയുന്നവരാണ്. അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവവൈതലായിരിക്കണം. ദൈവവിശ്വാസം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. അവർക്ക് മാത്രമേ സത്യം പറയുവാൻ സാധിക്കത്തുള്ളൂ. അതിൽ നമുക്ക് ഈ ഒരു സത്യമേ ഞാൻ പറയൂ, അതിനു വേണ്ടിയിട്ട് ഞാൻ ധൈര്യമുള്ളവനായിരിക്കണം. ആ ധൈര്യം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് കിട്ടുന്നതായ എല്ലാ കൃപാവരങ്ങൾക്കും വേണ്ടിയിട്ട് നന്ദി പറയുവാൻ സാധിക്കത്തുള്ളൂ. ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുകയും സത്യം മാത്രം സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ അല്പം ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും നമ്മൾ ആ സ്വപ്നം കാണുന്ന, നമ്മൾ വിഭാവനം ചെയ്യുന്ന ആ സ്വർഗരാജ്യത്തിൽ നമ്മൾ ഒരവകാശിയായി തീരും എന്നതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകില്ല. അതിനായിട്ട് ആണ് നാം എപ്പോൾ പറഞ്ഞാലും സാക്ഷ്യം പറയുന്നത് സത്യമേ പറയാവൂ എന്നുള്ളത്. അത് ദൈവവൈതലിന് മാത്രമേ അങ്ങനെ പറയുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതും പരമസത്യമാണെന്നുള്ള വിവരം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദൈവവൈതലായി ജീവിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.